അല്ല ഇതാരാ? ക്ഷമിക്കണം. ചെമ്മീൻ വേണോ? ചെമ്മീൻ ഇല്ല ഇവിടെ. ഇതിലല്ലേ പരിപാടി ഷാർമ പരിപാടിയല്ലേ? എന്താണ് ഷാർമ പരിപാടിയല്ലേ? സ്റ്റാർ മാജിക് ആ പരിപാടിയല്ലേ? ഞാൻ നിങ്ങളെ പരിപാടി എന്റെ ദൈവമേ, ഞാൻ ഇതിന് ഈ സ്റ്റൈലൊന്ന് വരാൻ വേണ്ടി ഇവിടെ നമ്മളടുത്ത വീട് മണിയുടെ ജംഗ്ഷനിലാണ് വീട്. ഏത് ജംഗ്ഷനില്? മണിയുടെ ജംഗ്ഷനിലാണ് വീട്. അപ്പൊ എനിക്ക് എപ്പോഴും എൻ്റെ ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഓഫീസിലാണ് അവിടെ വന്നിരിക്കും. അവര് മറ്റേ കൊറോണയുടെ ഇങ്ങനെ പോടാന്ന് പറയും. ഞാൻ എന്ന് ഈ പരിപാടി തുടങ്ങിയ അന്നുമില്ല ഞങ്ങളുടെ ഒരു ആരാധനയാണ്. പക്ഷെ ഇതിനകത്തോട്ട് വരാനുള്ളൊരു ഇതില്ല എനിക്ക്. നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഞാൻ അറിയാം ഇവിടെ ഇതുണ്ടല്ലേ രാം മനോഹര വേട്ടമ്പള്ളിയെ കൊണ്ട് നടക്കുന്ന ഇങ്ങനെ നടക്കണം ഒരുത്ത. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഇതിനകത്തൊരു പരിപാടിക്ക് എന്നെ കൂടെ കേട്ടണം എന്ന് പറഞ്ഞ. എന്റെ ഇവന് 250 രൂപ വാങ്ങിച്ചൊരു പൈന്റിന്. അഖിൽ കനമായ അവൻ എന്റെ 250 രൂപ മേടിച്ച് എന്നെ മേക്കപ്പ് റൂമിൽ കൊണ്ട് അവൻ ഇരുത്തിട്ട് അവൻ പോയി. ഇത് 250 ഇന്നല്ല വാങ്ങിക്കുന്നത്. ഞാൻ ഈ അവസരത്തിന് വേണ്ടി തെങ്ങിക്കയറുന്ന പൈസ എല്ലാം അവനെ മേടിച്ചോണ്ട് പോകുന്നത്. ഞാനൊന്നും പരാതി പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ നേരെ മേക്കപ്പിൽ ചെന്ന് പറഞ്ഞ് അവസരം ഇതാണെന്ന് പറഞ്ഞ്. അപ്പൊ പലരും എന്നെ തടുത്തു നിർത്തി. എനിക്ക് വിഷയമല്ല. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ജോലി എന്താ? KTDC-ലാ ജോലി. KTDC എന്ന് പറയുമ്പോൾ കേരള തേങ്ങാവൂട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നമ്മൾ തേങ്ങാവൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു കുറച്ചിൽ പറഞ്ഞല്ലോ. അപ്പൊ KTDC എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കെയർ ഓഫിൽ നമുക്ക് പോവാം. നമുക്ക് തരാൻ വേറെ ഒന്നുമില്ല. നമുക്ക് ഇതേ ഉള്ളൂ. നമ്മൾ സാധാരണപ്പെട്ടവനാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ജ്യൂസോ ചിക്കൻ ബിരിയാണി തരുമായിരിക്കും. പക്ഷെ ഈ കേരളൻ, എന്റെ പേര് കേരളൻ എന്നാണ്, ഈ കേരളന് തരാൻ കരിക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് തന്ന ഈ കരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടിത്തരും. ഹലോ ആദ്യം ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെളിയിൽ വന്ന് ഞാൻ സൗകര്യപ്പെട്ട അപ്പോഴും ഞാൻ വെട്ടിത്തരാം. ഇപ്പൊ എനിക്ക് ബാലൻസ് നിൽക്കുന്നില്ല. അതാണ് ചില സമയത്ത് ഈ കരിക്ക് എന്നെ ചതിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ വഴിയാണ് പോകുന്നത്? ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇവരെ ആരും കാണുന്നില്ലല്ലോ. ഗേറ്റ് വഴി തന്നെയാണല്ലോ വണ്ടിയിൽ പോണേ. അല്ലല്ലേ, ഞാൻ എപ്പോഴും ഇവരെ കാണാൻ വേണ്ടി അവിടെ വെക്കും. പക്ഷെ ഇവരെ കാണാനില്ലെന്ന്. അല്ല, എനിക്ക് തോന്നുന്നതേ ഞങ്ങള് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാ പോവാ. അത് പറ. നിങ്ങൾ ഇത്രയും റേറ്റിംഗ് ഉള്ള ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഞാൻ മേടിച്ചോണ്ട് അല്ല, അവർക്ക് ടച്ചിങ്സ് ഉണ്ടെങ്കിൽ സ്മോള് വേണം, അല്ലാതെ തിന്നില്ല. ഇത് അണ്ണന് തരാൻ ചോക്ലേറ്റ് ഇതെന്താ വീടി മുട്ടയാണ്. നമ്മളിവിടെ ഒരു മേക്കപ്പ് മാൻ എന്നും എന്റെ വീട്ടിന്റെ അടുത്ത വൈദ്യശാലയിൽ നിൽക്കുന്നതാണല്ലേ. എന്നും എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വൈദ്യശാല ഉണ്ട്. എന്നും അവിടെ വരുന്നതാണ്. ഏത് മേക്കപ്പ് മാൻ? അവന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഒരു ദിവസം പരിചയപ്പെട്ട രാജേഷ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് ഈ ആര്യനാട് എന്ന കണ്ട ഒരു പെണ്ണിന്റെ പേരെനിക്കറിയില്ല. അപ്പൊ ഈ ആര്യനാട് വരുന്ന പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് അവന്റെ കൈയിന്റെ തേയ്മാനം പോയി നഷ്ടപ്പെട്ടു. അവൻ ഡെയിലി രാവിലെ എന്നും ഈ വൈദ്യശാലയിൽ വരും. 10-45 വയസ്സുണ്ട്. 45 എന്നാൽ എൻ്റെ ഒരു കണക്ക് 10-55 വയസ്സുണ്ട്. എന്നാൽ ഈ ചെറുമക്കളെ പ്രായമുള്ളവരെ നിനക്ക് അടികൊള്ള നാണമില്ല സുഹൃത്തെ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് പുറം പൊളിയേ. അതൊന്നും നിങ്ങളെന്ത് മനസ്സിലാക്കാത്തത്? ഇങ്ങനെ നിങ്ങൾക്ക് നാണമില്ല അടികൊള്ളാൻ? പഞ്ചായത്തിലെ മാതൃകാ പുരുഷ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അളിയാ, അളിയന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഡാൻസ് പഠിക്കണം. സത്യം. ഒരു തെങ്ങക്കാരനെ ലായ്പും കൂടെ തന്നെങ്കിൽ ഞാൻ ഇതിലങ്ങ് കയറിയത്. പക്ഷേ വെറുതെ കയറാന്നുള്ളു, കയറിയിട്ടും വെറുതെ കയറാന്നുള്ളു. പക്ഷെ വേറിയിട്ടും മണ്ടയിലൊന്നും ഇല്ലല്ലോ. എന്നാലും ഈ കാണുന്ന ഗ്ലാമറേ ഉള്ളൂ. ആർക്കൂടെ മണ്ടേ ചാടി കയറാം.
പാവണല്ലേ? ചേട്ടാ കാലൊന്ന് ഉറക്കട്ടോ. മഞ്ഞപ്പിത്തം വന്നോല്ലേ ഇരിക്കുന്നു. അപ്പോഴേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതായിരുന്നാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരു കസേര എന്ന് കഴിഞ്ഞാൽ ഒരു കസേര എന്ന് അത് നടക്കില്ല കേട്ടോ, അത് നടക്കില്ല. കാരണം നമ്മളിവിടുത്തെ ഗസ്റ്റുകളാണ്. സാധാരണപ്പെട്ടവർക്കും അഭിപ്രായം പറയണം. പക്ഷെ അവർക്ക് ഇരുന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് പറയൂ. നിന്റെ മധു കേളട്ട ഓ രാഘവ മധു കേളട്ട ഓ രാഘവ. നിങ്ങളെ മകത്തായ ഒരു ഫോറിൽ വന്ന് ഞാൻ ഒരു ഫോറിൽ വന്ന് ഞാൻ തെറ്റുകാണിക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അല്ല ചേട്ടാ, നമുക്ക് എബ്രോഡൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരോട് ഇംഗ്ലീഷിൽ 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സംസാരിക്കണം, ഞാൻ സംസാരിക്കാം. ഇപ്പൊ ഈ പെങ്കൊച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആടി ഇങ്ങനെ ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയാ പറയുന്നു, കുറെ ഇംഗ്ലീഷ് നമ്മള് B.Ed വരെ പഠിച്ച അവിടെ നിന്ന് ഇറങ്ങി വന്ന് വലിയ ഇംഗ്ലീഷ് പറയണമെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി തന്നെ എനിക്ക് മനസ്സിലായി. അതങ്ങനെ വെറുതെ പറയാനൊന്നും പറ്റില്ല. നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തിട്ട് തന്നെയാ പറയണേ. ചേട്ടൻ പറ്റുമെങ്കിൽ ചേട്ടൻ പറ. അല്ല സുഹൃത്തെ, അത്രയും വലിയ തെങ്ങിന്ന് എനിക്ക് ഇറങ്ങി വരാമെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി വരാനറിയാം. ഇറങ്ങി വന്ന പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോ ഇങ്ങനെയൊന്നും ഇറങ്ങി വരില്ല. അങ്ങനെ ഒരു തെങ്ങിന്നും ഇറങ്ങി വരാൻ പറ്റില്ല, ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും. ആ രീതിയിൽ സംസാരിക്കും. അല്ല, ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഈ പരിപാടി സ്ഥിരം കാണുന്നതാണ്. എനിക്ക് ഞാൻ ഹാങ്കർ ചെയ്യും. ഞാൻ ഹാങ്കർ ചെയ്യും. ഹാങ്കർ ചെയ്യും ഞാൻ. ഇതൊന്നും വലിയ നിസ്സാരമല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്നു ഭയങ്കര സംഭവം. അതൊന്നുമല്ല. ഡ്രസ്സിന്റെ പച്ച കുറച്ച് കളർ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഇങ്ങനെ വരുന്നില്ലല്ല. ഞാൻ കാണിച്ചു. അതാ പോണ. അല്ല, തെങ്ങി കയറുന്നതിനേക്കാൾ ഈസി അല്ലേ ഇത്? ചേട്ടാ പിടിക്കണോ? വേണ്ട, എന്നാരും പിടിച്ചല്ലോ കേട്ടാറ്. ചേട്ടാ ഇൻസൾട്ട് ചെയ്തത് ഇതിനെക്കാളും വലിയ കയറി പോണ ഇൻസൾട്ട് ചെയ്തത്. ശരി ചേട്ടാ, ശരി. സോറി ചേട്ടാ, സോറി. മതി കൈ പൊക്കി ഇങ്ങ് പോരല്ലേ. ഇവിടെ മൂത്ര വയ്ക്കിയ സ്ഥലം ഉണ്ടോ? അത് വിസ്താര വയറൊക്കെ ഉണ്ട്. ഇതുവരെ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ പല വെറൈറ്റി കണ്ടാണ്. പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകന്റെ മുമ്പിൽ ഇങ്ങനെയും ചെയ്യാം. അത് ഞാൻ തെളിയിച്ച ഒരു വ്യക്തിയാണ് ഈ കേരളൻ. ചവറ മാട്രിമോണി, വെർച്വൽ പെയിന്റ്, ഗുഡ് നൈറ്റ്. അപ്പൊ ബർജർ പെയിന്റ്സും ബാക്കി എല്ലാവരും എന്ത് പറയും? ഈസ്റ്റേൺ മുളകുപൊടി, സൈലും, MBBS, KCB ചിട്ടി, അഡ്വക്കേറ്റ്, കേരളൻ. ഞാൻ ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. അതല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്തേനെ. പക്ഷെ എന്റെ മേഡം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. അവരെ പോലൊരു സൂപ്പർ സ്റ്റാറിന്റെ എനിക്ക് പറയാൻ സാധിച്ചാലും ഞാൻ സന്തോഷമാണ്. ഞാൻ സന്തോഷമാണ്. നിങ്ങളുടെ സിനിമ ഉണ്ടല്ലോ, അവരോട് രസം കണ്ട്. ചേച്ചിയുടെ ചെമ്മീൻ സിനിമയില് ചേച്ചി കടപ്പുറത്തോട് പറഞ്ഞത് സൂപ്പറാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ചേച്ചി ഇവിടെ നിന്ന് പോവല്ലേ ചേച്ചിക്ക് ഞാൻ കരിക്ക് വെട്ടി തരാം. ഒന്നുകൂടെ വെട്ടി വെക്കാം. 30 വർഷത്തെ എന്റെ പരിചയത്തിൽ ഇപ്പോഴാണ് ഒരു വെട്ട് നേരെ കൊള്ളുന്നത്. അത് എന്റെ ചേച്ചി മുമ്പേ ഇരിക്കണതാണ്. അല്ലെങ്കിൽ പാളിപ്പോവാ. ഞാൻ നിങ്ങളെ പരിപാടിയിൽ ഞാൻ ശല്യം ചെയ്തില്ല. ഈ ബീഡി ചേട്ടാ പറഞ്ഞ ഈ മൂരം കുടി. ഈ മോര് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെട്ടിറങ്ങും.
അപ്പൊ അതിന് വേണ്ടിട്ടാ അപ്പൊ കുറച്ച് സംസാരിക്കാൻ പറ്റും ചേട്ടാ കുടിക്കൂ. ചേട്ടന്റെ മനസ്സിലെല്ലാം സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് കഴിച്ച ഗ്ലാസ് ഞാൻ അങ്ങ് ചേട്ടാ ഒറ്റ ഒറ്റ വലിയ വലി ഓ ഗുഡ് കേരളം ചേട്ടാ കേരളം ചേട്ടാ ഞാൻ പറഞ്ഞു അല്ല പുള്ളിക്ക് കുറ്റബോധം അതാ ഇനി ഇവിടെ കിടക്കോ ബാങ്കട കിടക്കോ ഫ്ലോറില് ചേട്ടാ ഇതായി ഞങ്ങളെ മനസ്സിലായി ഓക്കെ ഹലോ അറിയോ നമ്മളൊക്കെ അറിയോ മനസ്സിലായില്ലേ അല്ല ഇത് എന്റെ പെണ്ണെന്നാ വന്നിരിക്കണം ഹലോ ഒളിച്ചിരിക്കുന്നു അയ്യയ്യേ വാ 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 ഇതെവിടെയാണ് എന്താണ് എവിടെ കാര്യം? പറ പറ കേരളം ചേട്ടാ ഞാൻ എന്തൊക്കെ പറഞ്ഞ ആരെങ്കിലും ശരിക്കും പേര് കേരളം എന്നാണോ എവിടെ വീട് എവിടെയാ ഇവിടെ എന്റെ എങ്ങനെയുള്ള ഒന്നും അറിഞ്ഞ പറക്കുന്നില്ലെങ്കിൽ അതെ 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 അത് ചെമ്മീൻ സിനിമയിൽ അഭിനയിച്ചു. ഞാൻ വരല്ലോ പറഞ്ഞു ഏയ്, ഒന്നും ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഈ പരിപാടി എന്താണെന്നറിയോ? കാണാറുണ്ടോ സ്റ്റാർ മാജിക്? സ്റ്റാർ മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പെട്ടെന്ന് ആ ഒരു ഇഷ്ടം കൊണ്ട് വന്ന് കയറി തന്നെ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് അറിയാവുന്ന കയറിയത് പക്ഷെ ഒന്നും പറഞ്ഞില്ല എല്ലാവർക്കും തന്നെ ഇവിടെ സമ്മാനമൊക്കെ തന്നു എല്ലാവർക്കും കഴിക്കാൻ പക്ക അവിടെ എല്ലാം തന്നിട്ടാ പോയത് നിറഞ്ഞയുടെ ഞാൻ ചേട്ടാ തന്നതാ. വന്നേ. നിങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവർക്കും തന്നു പിള്ളേർക്ക് ഇത് ഞാൻ തന്നതാ. ഓ അപ്പൊ ഞാൻ വന്നിട്ട് കുറെ നേരമായ ഇപ്പൊ 2 സെക്കൻഡ് പോലും ആയില്ലല്ലോ ചേട്ടാ പോലെ പോലെ ചേട്ടാ ചേട്ടാ കേരളം ചേട്ടാ